ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്, ഇരുമ്പാമ്പുളി വെച്ചിട്ട്. നമ്മുടെ ഇവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുക, ഓരോ സ്ഥലത്ത് വേറെ വേറെ പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതിന്. അങ്ങനെ അതാ നമ്മുടെ ഇരുമ്പാമ്പുളിയൊക്കെ നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ തനിയെ. എന്നിട്ട് ഇതാ ഒരു കുക്കറിൽ നല്ലോണം പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. നമ്മുടെ പരിപ്പ് വെന്തതിന് ശേഷം അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മളൊരു സവാളയും ഒരു 5-6 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ നമ്മുടെ പച്ചമുളകും അതുപോലെ സവാളയും അങ്ങനെ തന്നെ, സവാള വഴറ്റണമൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതാ നല്ല കല്ലിൽ അരച്ചെടുത്തിട്ടുള്ള നാളികേരമാണ്, നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതാ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മഴയായ കാരണം കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ, അതാണ് നമ്മളുടെ ഒരു സോളാർ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് പാചകം. അങ്ങനെ അതാ അരച്ച നാളികേരം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മഴക്കാലത്ത് ഇരുമ്പാമ്പുളി കിട്ടൽ കുറവാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയപ്പോഴാണ് ഈ കറി ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് താളിക്കേ വേണ്ടൂ, അതിനു വേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. അതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള കടുകും പിന്നെ ഒരു 1/2 സ്പൂണ് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും ചേർത്ത് നല്ലോണം പൊട്ടി വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ചേർക്കുന്നത് വറ്റൽമുളകാണ്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. പിന്നെ ആ താളിക്കുന്നതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ, നൈസായിട്ടുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു സാധനം വെച്ചിട്ടുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി മാത്രം മതി, പിന്നെ ഒരു പപ്പടവും. അങ്ങനെ നമ്മളുടെ കറി റെഡിയായി വന്നിട്ട്